ഇനി നമുക്ക് ടീനേജ് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കുന്നത്. അതായത് ഒരു 10, 11, 12, 13 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് മെനാർക്കെ കുട്ടികൾക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നേരത്തെയൊക്കെ ഒരു 12, 13, 14 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു 10 വയസ്സ് തൊട്ട് തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫുഡിൻ്റെ രീതിയും ഇതെല്ലാം മാറിയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾക്ക് എങ്ങനെ അമ്മമാർ കുട്ടികളെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതായത് കുട്ടികൾക്ക് ഇതിനു വേണ്ടി, അതായത് കുട്ടികൾ ഒരു പുതിയൊരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്, എല്ലാം കൊണ്ടും മാറും, ബോഡി മാറുകയാണ്, പിന്നെ ഭയങ്കരമായിട്ട്, അതായത് ജീവിതത്തിലെ വേറൊരു ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ഹെൽപ്ഫുൾ ആവേണ്ടത് കുട്ടിയുടെ അമ്മ തന്നെയായിരിക്കണം. ഇത് നമ്മൾ കുട്ടികൾക്കെന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും നമ്മൾ മെൻസ്ട്രേഷനെ കുറിച്ചുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വയ്യായി, അതായത് ഒരു ഇത് കാണുമ്പോൾ അതിനെ അവജ്ഞ പോലെ കാണാതെയോ അല്ലെങ്കിൽ അതിനൊരു എന്തോ ആണെന്ന് കാണാതിരിക്കാൻ വേണ്ടി, അതായത് അത് രണ്ടുപേർക്കും ഈവൻ പെൺകുട്ടിക്കാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാണക്കേടാവാതിരിക്കാൻ വേണ്ടി അത് കൊണ്ടുപോകാൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം ഇപ്പം നമ്മൾ എന്തിനോടാണോ ഹൈഡ് ചെയ്ത് വെക്കുന്നത് അതെന്താണെന്നറിയാൻ കുട്ടികൾക്ക് എപ്പോഴും ഒരു ധോരണയുണ്ടാവും. അപ്പം നമ്മളത് വളരെ പക്വതയോടെ തന്നെ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്തൊക്കെ ചേഞ്ചുകളാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയാണ് മെൻസ്ട്രേഷൻ ഹൈജീൻ, അതായത് മെൻസ്ട്രൽ ഹൈജീൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ എങ്ങനെയാണ് പാട് വെക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. പിന്നെ വേറൊരു ഇതിനകത്ത് കൂടെ തന്നെ കണക്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ചില കുട്ടികൾക്കാണെങ്കിൽ മെൻസ്ട്രേഷൻ എന്ത് പറ്റും, ആദ്യത്തെ മാസങ്ങളിൽ ആവാനുള്ള ബുദ്ധിമുട്ട് കാണും, പക്ഷെ ആവുന്നുണ്ടാവില്ല. അങ്ങനെ വളരെ റിക്കറൻ്റ് ആയിട്ട് കുട്ടിക്ക് എല്ലാ ചേഞ്ചസും കാണുന്നുണ്ട്, പക്ഷെ കുട്ടി പീരീഡ്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഫസ്റ്റ് ഒരു മാസം പീരീഡ്സ് ആയി എന്ന് പറഞ്ഞ് റെഗുലറായിട്ട് പീരീഡ്സ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം അതും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അത് പിന്നീട് ചിലപ്പോൾ കുട്ടി കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ റെഗുലറായിട്ട് ആയിക്കോളും. അതും വേറെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമായ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, കുട്ടിക്ക് ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ വേണം അതിനെ കവറേജ് ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ ടൈമിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഗുളികകളൊന്നും കഴിക്കരുത്. ഭയങ്കര പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. അല്ലാണ്ട് പെയിൻ കില്ലേഴ്സ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക.